ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹണ്ടർ മാൽദീവ്സ് എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പോകുന്നത് മാൽദീവ്സിലെ വെലാന ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. ദിവസവും അനേകം വിദേശ സഞ്ചാരികൾ എത്തുന്ന എയർപോർട്ടാണിത്. 1960 ഈ എയർപോർട്ടിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും ഇൻ്റർനാഷണൽ അംഗീകാരം ലഭിച്ചത് 1981. നമ്മളിപ്പോൾ കാണുന്നതാണ് വെലാന ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഡിപ്പാർച്ചർ ഏരിയ. ദിവസവും അനേകായിരം വിദേശ സഞ്ചാരികൾ വരുന്ന എയർപോർട്ടാണിത്. ഡിപ്പാർച്ചർ ഏരിയ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അറൈവൽ ഏരിയ കാണാം. അതിനോട് ചേർന്ന് തന്നെ റിസോർട്ടിൻ്റെ ഹെൽപ്പ് ലൈൻ കൗണ്ടറുകളും നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇവരെല്ലാം രാവിലെ തന്നെ റിസോർട്ടിലേക്ക് പോകാനായി എത്തിയിരിക്കുന്ന വിദേശ സഞ്ചാരികളാണ്. അതിരാവിലെ എത്തിയതുകൊണ്ടായിരിക്കണം എല്ലാവരുടെയും മുഖത്ത് നല്ല ഓർക്കക്ഷണം കാണാനുണ്ട്. നിങ്ങൾക്കെല്ലാം സുപരിചിതമായ മാൽദീവ് സൈനേജിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എയർപോർട്ടിൽ ഇറങ്ങുന്ന മിക്കവാറും സഞ്ചാരികൾ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. ചില സമയങ്ങളിൽ നല്ല തിരക്കാണ് ഇവിടെ ഫോട്ടോ എടുക്കാൻ. വേൾഡ് ലീഡിംഗ് ഡെസ്റ്റിനേഷനായി 2020 തൊട്ട് 2024 വരെ തുടർച്ചയായി അവാർഡ് നേടിയ സ്ഥലമാണ് മാൽദീവ്സ്. നമ്മുടെ ക്യാമറമാൻ ആക്സൻ ബ്രോ ഇപ്പോൾ ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന തിരക്കിലാണ്. അവർ കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട്. ഫോട്ടോ ഇഷ്ടമായെന്ന് തോന്നുന്നു. അടുത്ത ആളും ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു വന്നിട്ടുണ്ട്. രാവിലെ തന്നെ ഇറ്റലിയിൽ നിന്നുള്ള നിയോസ് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ക്യാബിൻ ക്രൂവിനെയാണ് നമ്മളിപ്പോൾ സൈഡിൽ കാണുന്നത്. മാലദ്വീപ്സിൻ്റെ തലസ്ഥാന നഗരിയായ മാലിയിലേക്കുള്ള ഫെറി സർവീസ് ടിക്കറ്റ് കൗണ്ടറാണ് നമ്മളീ കാണുന്നത്. ഒരാൾക്ക് ഏകദേശം $1 അല്ലെങ്കിൽ 15 റുപ്പിയാണ് ചാർജ് വരുന്നത്. ഇന്ത്യൻ മണി ഏതാണ്ട് 85 രൂപയോളം വരും. മാലദ്വീപ്സിൻ്റെ പ്രധാന ഗതാഗതങ്ങളിലൊന്ന് ഫെറി സർവീസാണ്. കടൽ മാർഗം മാലേ സിറ്റിയിലേക്ക് ഏതാണ്ട് 1 കിലോമീറ്ററോളം വരും. ഫെറി അല്ലെങ്കിൽ നമുക്ക് ടാക്സി സർവീസ് അവൈലബിൾ ആണ്. മാലേ സിറ്റിയിലേക്കും ഹുളുമാലിയിലേക്കുമുള്ള ടാക്സി ഫെയറാണ് നമ്മൾ ഈ ബോർഡിൽ കാണുന്നത്. സോ ഫ്രണ്ട്സ്, ഇനി നമ്മൾ പോകുന്നത് മാലദ്വീപ്സിൻ്റെ ക്യാപിറ്റൽ മാലിയിലോട്ടാണ്. അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കൂടി കാണിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് നമ്മളിപ്പോൾ പോകുന്നത് തലസ്ഥാന നഗരിയായ മാലിയിലേക്കാണ്. ഇവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. പവിഴപ്പുറ്റുകൾക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ദ്വീപാണ് മാലി. ഏതാണ്ട് 8 കിലോമീറ്റർ ചുറ്റളവ് മാത്രമുള്ള ഈ ദ്വീപിൽ 2 ലക്ഷത്തിലധികം ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നുണ്ട്. അതിൽ സ്വദേശികളും വിദേശികളും ഉണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 1 മീറ്റർ മാത്രമേ ഉള്ളൂ പല ദ്വീപുകളുടെയും ഉയരം. നമ്മളിപ്പോൾ പോകുന്നത് സിനമാലെ ബ്രിഡ്ജിന് മുകളിലൂടെയാണ്. ചൈന മാലദ്വീപ് ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് എന്നുകൂടെ ഇത് അറിയപ്പെടുന്നു. 1.5 കിലോമീറ്ററിലധികം നീളവും 20 മീറ്ററിലധികം വീതിയും ഈ ബ്രിഡ്ജിനുണ്ട്. 2014 പ്രസിഡന്റ് യാമിൻ്റെ നേതൃത്വത്തിൽ ചൈനയുടെ സഹായത്തോടുകൂടി ആരംഭിച്ച് 2018 ഈ ബ്രിഡ്ജ് പൂർത്തിയായി. ഇതാണ് മാലദ്വീപ്സിൻ്റെ സ്റ്റേറ്റ് ഇലക്ട്രിക് കമ്പനി. സെൽക്കോ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ ഡീസലും പ്രകൃതിവാതകവും ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദനം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം 10,000-ഓളം ആൾക്കാരെ ഉൾക്കൊള്ളാവുന്ന ഇന്ത്യൻ ഓഷ്യനിലെ തന്നെ ഏറ്റവും വലിയ മോസ്കായ കിങ് സൽമാൻ മോസ്കിൻ്റെ മുന്നിലൂടെയാണ്. മാലി സിറ്റിയുടെ കിഴക്ക് ഭാഗത്തായി ആർട്ടിഫിഷ്യൽ ബീച്ചിനോട് ചേർന്നാണ് മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. രാജാവ് കിങ് സൽമാൻ്റെ പേരിലാണ് സൗദി അറേബ്യ ഈ മോസ്ക് നിർമ്മിച്ചത്. ഇതാണ് റിപ്പബ്ലിക് സ്ക്വയർ. ഞാൻ മാലദ്വീപ്സിൽ വന്നിട്ട് ആദ്യമായിട്ട് വിസിറ്റ് ചെയ്ത സ്ഥലമാണ് റിപ്പബ്ലിക് സ്ക്വയർ. അതാണ് ആദ്യമായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഇവിടെ തന്നെ തുടങ്ങുന്ന എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നത്. എന്റെ പിറകിൽ കാണുന്നതാണ് ഈയിടെ പണി കഴിഞ്ഞ പ്രസിഡൻഷ്യൽ ജെട്ടി. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.